2025 ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ്. പൂർവ്വച്ചാണ് മാറുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫലം പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനിയും. കാരണം ശനി ഒരു 2.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കും, വ്യാഴം ഒരു വർഷത്തിൽ നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറേ കാലം ഉണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മോശമായിരിക്കാം, അടുത്ത നല്ലതായിരിക്കാം, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകും. പക്ഷേ ഇതല്ല, ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കുറേ കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഏകദേശം 1-2 മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറ് വെച്ച് മാറുകയാണ്. ഭാവം വെച്ചല്ല, ഭാവം വെച്ചിട്ടാണ്. കൂറ് വെച്ചെന്ന് പറഞ്ഞാൽ 2.25 നക്ഷത്രത്തിനാണ്, ഒന്നിച്ച് പറയുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും ഭാവം വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളുടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് 2025 ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത്. അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അനുസരിച്ച് ഉള്ള ഫലം, ചിലവർക്ക് ഒന്ന് നല്ലയിടത്ത് ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക, ചിലവർക്ക് ചിലപ്പോൾ 2 നല്ലതിടത്തേക്ക് വന്നെന്ന് വരും, ചിലവർക്ക് 2 മോശത്തിലേക്ക് പോയെന്ന് വരും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത്, ഓരോ നക്ഷത്രം എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അങ്ങനെ ഈ 2025, ഇനിയുള്ള 2025, കാരണം വ്യാഴം ഏകദേശം 1 വർഷത്തോളമാണ് നിൽക്കുന്നത്. ശനി എന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ 2025 ഇനിയുള്ള മാസങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചോളണം. കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ്. അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല, മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 100% ഇതേപോലെ ആകുന്നൊന്നും ചിന്തിച്ചേക്കരുത്. അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത്. മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോൾ മലയാള രാശിചക്രം വെച്ചാണ് പറയുക. എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി 1 തൊട്ട് 31 വരെയൊന്നും കണക്കാക്കണ്ട. കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കൃത്യ ഡേറ്റ് വെച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരും. ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ഫലം. ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നേരത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം മേടം ഇടമെന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി, പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത്. ആ തരത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രവും വെച്ച് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പുണർത്തം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള 2025 മാസങ്ങൾ
ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിലെ ഫലമാണ് പുണർത്തക്കാർക്ക് നോക്കാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പുണർത്തം നക്ഷത്രക്കാർക്ക് ശനി ഇനിയുള്ള മാസങ്ങൾ കുറച്ച് മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിൻ്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറേ മാനസിക ടെൻഷനുകൾ, പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. മനസമാധാനക്കുറവ് തന്നെയാണ് പ്രധാനം. പിന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട വല്ല ആരോഗ്യ പ്രശ്നങ്ങളോ എന്തൊക്കെയെല്ലാം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും നല്ല സമയമല്ല. പിതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് വരും. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മനസമാധാനക്കുറവില്ലെങ്കിൽ പിന്നെ പൊതുവെ ആരോഗ്യപരമായിട്ടും എല്ലാം നമ്മൾ പൊതുവെ എന്തായിരിക്കും, വീക്ക് തന്നെയായിരിക്കും. മനസ്സിന് തൃപ്തിയില്ലെങ്കിൽ ശാരീരികമായിട്ടും നമുക്ക് എന്തൊക്കെ വിഷമതകളെല്ലാം മനസ്സും ശരീരമെല്ലാം ഒന്നിച്ച് ബന്ധപ്പെട്ട് കിടക്കുകയായിരിക്കും. അപ്പം മനസ്സിന് സമാധാനമില്ലാതെ വരുമ്പോൾ അത് നമ്മളെ ശരീരത്തിൻ്റെ എല്ലാം ബാധിക്കും. എപ്പോഴും ടെൻഷന്, യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസം. ഇപ്പോൾ യാത്രയെല്ലാം പോവുകയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നമ്മളൊരു ബ്രീതിങ് എക്സസൈസ്, മെഡിറ്റേഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇത്തരം പറ്റുമെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് ബ്രീതിങ് എക്സസൈസ് എല്ലാം ചെയ്യുക. അതെല്ലാം നമുക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ശനി എങ്ങനെയാണ് നിൽക്കുന്നത്? ശനി അത്ര അനുകൂലമായിട്ടല്ല. ഇനി വ്യാഴനെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും വ്യാഴനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വേണ്ടാത്ത അനാവശ്യമായ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളെല്ലാം നമ്മളെ തലയിൽ വന്ന് വീടുന്നു വരും. പണമെല്ലാം കണം കൊടുക്കുമ്പോഴൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അനാവശ്യമായ പണച്ചെലവുകൾ, വേണ്ടാത്ത തരത്തിൽ പണച്ചെലവുകളെല്ലാം ഉണ്ടാക്കുന്ന മാസങ്ങളാണ് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ. അപ്പോൾ ആ സമയത്ത് ചിലവുകളെല്ലാം നിയന്ത്രിക്കണം. വിദേശത്തേക്ക് പോകാനൊന്നും പറ്റിയ അത്ര നല്ല സമയമൊന്നുമില്ല. പോയാലും നമുക്ക് കുറച്ച് സമാധാനപ്പെടുക, അവിടെ ആ ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. ശേഷം വരുന്ന മാസങ്ങളിലും വ്യാഴം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര നല്ല അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല വ്യാഴനും ശനിയും പുണർത്തം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസങ്ങളിൽ, ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ. അപ്പം ശനിയും വ്യാഴനും കുറച്ച് മോശമായിട്ട് തന്നെയാണ് ഉള്ളത്. എന്നാൽ സൂര്യൻ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വളരെ അനുകൂലമായി നിൽക്കുന്നുണ്ട്. കർമ്മപരമായിട്ടും ബിസിനസ് പരമായിട്ടെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഈ പ്രശ്നങ്ങളൊന്നും അധികം അനുഭവപ്പെടാൻ പോകുന്നില്ല. കാരണം സൂര്യൻ നമുക്ക് അനുകൂലമായിട്ട് കർമ്മഫലം തരുന്നുണ്ട്. അതുകൊണ്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഏപ്രിൽ മാസങ്ങൾ, മെയ് മാസങ്ങളാണ് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത്. ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് സാധിക്കണം. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സാധിക്കണം. അതും ശനിയും വ്യാഴനും അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്നത് കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുത്തു കഴിഞ്ഞാലും അവിടെയും ചെറിയ പ്രയാസങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ കാണണം. പിന്നെ സൂര്യൻ അനുകൂലമായി വരുന്നത് സെപ്റ്റംബറും ഡിസംബറും മാസങ്ങളിലാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുകൂലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏപ്രിൽ, മെയ് മാസങ്ങളോ അല്ലെങ്കിൽ സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളോ ആണ് കുറച്ച് ഇനിയുള്ള മാസങ്ങളിൽ കുറച്ച് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന മാസങ്ങൾ. അതുകൊണ്ട് ഏപ്രിൽ, മെയ് മാസങ്ങൾ പൊതുവെ അത്ര മോശമല്ലാതെ കടന്നു പോകും. നമ്മൾ ചെറിയ കാര്യങ്ങളെല്ലാം സാധിക്കും. സെപ്റ്റംബർ, ഡിസംബർ മാസം അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളെല്ലാം സാധിക്കാൻ അനുകൂലമായ
നിലയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ 4 മാസങ്ങളിൽ സൂര്യൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള മാസങ്ങളിലൊന്നും വലിയ ഗുണമൊന്നുമുള്ള മാസങ്ങളല്ല. ഇവിടെ ജ്യോതിഷം പറയുന്നത് മലയാള മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു 5 ദിവസത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരും. അതുകൊണ്ട് മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതി മുതൽ എന്ന നിലയിൽ എടുക്കണം, അല്ലെങ്കിൽ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഒരു പകുതി വരെ എന്ന നിലയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാം. അത്ര കൃത്യമായിട്ടൊന്നും ഈ പറയുന്ന മാസം പിടിക്കണ്ട. പക്ഷെ പൊതുവെ ഏപ്രിൽ മെയ്യും സെപ്റ്റംബറും ഡിസംബറുമാണ് അല്ലെങ്കിൽ അതിനോടടുത്ത ദിവസങ്ങളാണ് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാനെല്ലാം അനുകൂലമായ സമയം. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെല്ലാം ഈ മാസങ്ങളിൽ പ്രതീക്ഷിക്കണം. അതും സൂര്യനിൽ നിന്നുള്ള അനുകൂലമായ സ്ഥിതി കൊണ്ടാണ്, അല്ലാതെ വ്യാഴനും ശനിയൊന്നും നമുക്കത്ര സപ്പോർട്ടീവായ സ്ഥലത്തല്ല നിൽക്കുന്നത്. അതിനെ മറികടക്കണ്ടെങ്കിൽ ഒന്നും പറഞ്ഞാലും നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കണം, അല്ലാതെ ഗ്രഹങ്ങൾ കൊണ്ട് തരില്ല. അതുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഗ്രഹങ്ങൾ വ്യാഴനായാലും ശനിയായാലും അവയുടെ നിൽപ്പ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും എല്ലാം ചെയ്യുകയാണെങ്കിൽ, യോഗ പ്രത്യേകിച്ച് യോഗ എന്തൊക്കെ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ടെൻഷനെല്ലാം മാറിക്കിട്ടും. നമുക്കെല്ലാത്തിനും നിസ്സാരമായിട്ട് തരണം ചെയ്ത് നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് എല്ലാ കർമ്മങ്ങളിലും ആക്റ്റീവായി ഇൻവോൾവ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് യോഗയും മെഡിറ്റേഷനും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്.